ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന ഈ നല്ല സമയത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കൂടി വന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന ഈ ദിവസത്തിൽ നിങ്ങളെ എല്ലാവരെയും ഈ കൂട്ടായ്മയിലേക്ക് ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ദൈവാത്മാവ് ഏൽപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവെഴുത്തിന്ന് ഉണ്ട്. എല്ലാ ദിവസവും പരിശുദ്ധാത്മാവ് ഏൽപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്ത് തന്നെയാണ്. എന്നാൽ ഇന്ന് ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരത്തക്ക നിലയിലുള്ള അഭിഷേകം ഇന്ന് ചലിക്കും. ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടത്തക്ക നിലയിലുള്ള ദൈവപ്രവൃത്തികൾ ചലിക്കും. ഒത്തിരി സന്ദേശങ്ങൾ വാട്സാപ്പിൽ എനിക്ക് വരാറുണ്ട്. അതിൽ ഒരു കൂട്ടം സന്ദേശം ഇതാണ്: പാസ്റ്റർ, വളരെ കഴിഞ്ഞ ദിവസങ്ങൾ മുതലാണ്, അല്ലെങ്കിൽ ഒരാഴ്ച മുതലാണ്, അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ടാണ് ഞങ്ങൾ ഈ ചാനലിലത്തെ സന്ദേശം കേട്ടു തുടങ്ങിയത്. ഞങ്ങൾ ക്രിസ്ത്യാനികളായിരുന്നെങ്കിലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒത്തിരി കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ, ഞങ്ങൾ വിലയില്ലാതെ കണ്ടതായ ഒത്തിരി കാര്യങ്ങൾ, ഞങ്ങൾ അസാരമില്ല എന്ന് കണ്ട ഒത്തിരി കാര്യങ്ങൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവ് സംസാരിച്ചപ്പോൾ ഇന്ന് ആ കാര്യങ്ങളിലെല്ലാം വലിയ ക്രമീകരണങ്ങൾ വരുത്തി ശ്രദ്ധ ചെലുത്തി ആത്മീയ ജീവിതം അർത്ഥമുള്ളതും ശോഭയുള്ളതുമാക്കി തീർക്കാൻ ഇതിലത്തെ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്ന സന്ദേശം ഒത്തിരി ഞങ്ങൾക്ക് വരാറുണ്ട്. ഈ ഓരോ സന്ദേശം വരുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഓരോ പ്രാവശ്യവും ഓരോ സന്ദേശം വായിക്കുമ്പോൾ 3 പ്രാവശ്യം ഒരു രാത്രിയിൽ ദൈവം എനിക്ക് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ തന്ന വചനമാണ് ഞാൻ ഓർക്കുന്നത്. ഹല്ലേലൂയ! 3 വർഷം മുമ്പ് ആ സന്ദേശം കർത്താവ് എന്നോട് സംസാരിച്ച് 3 വർഷത്തിന് ശേഷം ഓരോ ജനത്തിലൂടെ ആ വാക്കുകൾ അവരുടെ വായിൽ നിന്ന് അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ വരുമ്പോൾ കർത്താവ് എന്നോട് സംസാരിച്ച വചനത്തെക്കുറിച്ച് എനിക്ക് എപ്പോഴും ഓർമ്മ വരും. എന്തിനാണ് ഈ ചാനലിന് അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിന് അടിസ്ഥാനമിട്ടത് എന്നുള്ളതിൻ്റെ മറുപടികളാണ് ഓരോ ജനത്തിൻ്റെയും മധുരത്തിൽ നിന്ന് വരുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതിലത്തെ ഓരോ സന്ദേശങ്ങൾ നിങ്ങൾക്കും ഷെയർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കതൊരു മടിയായിട്ട് തോന്നുന്നില്ല, അതൊരു ഓവർലോഡായിട്ട് തോന്നുന്നില്ലെങ്കിൽ, കഴിയുന്നവർക്ക് നിങ്ങൾ ഇതിലെ സന്ദേശങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം, കാണാൻ പറയണം. കാണുന്നവർ കാണട്ടെ, രക്ഷിക്കപ്പെടാനുള്ളവർ രക്ഷിക്കപ്പെടട്ടെ, ദൈവത്തിങ്കിലേക്ക് ചേരാനുള്ളവർ ക്രിസ്തുവിങ്കിലേക്ക്, സഭയിങ്കിലേക്ക് ചേരാനുള്ളവർ സഭയിലേക്ക് ചേരട്ടെ. അത്തരത്തിലുള്ള ഒത്തിരി അനുഭവ സാക്ഷ്യങ്ങൾ ഇതിനകത്തൂടെ വരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഓരോ ദിവസവും എത്ര തിരക്കുകളുണ്ടെങ്കിലും കറക്റ്റ് ഈ ടൈം ആവുമ്പോൾ ഞാൻ മാറുന്നതിൻ്റെ കാരണം ഇതിനകത്ത് ദൈവ സാന്നിധ്യം അത്രത്തോളം ഉള്ളത് കൊണ്ടാണ്. ഞാൻ ഇവിടെ നിന്നാലും ഈ ടൈം ആവുമ്പോൾ ഓടി ഞാൻ ഇവിടെ വരും. ഹല്ലേലൂയ! അതിനു മുന്നേ ഒരു ശക്തമായ പ്രാർത്ഥനകൾ ലഭ്യമാകുന്ന സമയങ്ങളിൽ ഞാൻ ഈ വൈകുന്നേരത്തേക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ട് ഇതിനകത്ത് കയറിയിട്ടുള്ളൂ. ഇന്ന് വരെയും ലഭ്യമാകുന്ന സമയം ഞാൻ ഇരുന്ന്, അത് 10 മിനിറ്റ് ആയിരിക്കാം, 15 മിനിറ്റ് ആയിരിക്കാം, ചിലപ്പോൾ 1 മണിക്കൂറായിരിക്കാം. ഓരോ ദിവസവും ഇതിനകത്ത് ആവശ്യമുള്ളത് ദൈവം നൽകാൻ വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി കയറാറുണ്ട്. അന്നേരം ദൈവം സംസാരിക്കുന്നതാണ് ജനത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരുന്നത്. ഒരു പ്രാർത്ഥനയ്ക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് സഹോദര ഒരു 10 മിനിറ്റുള്ള പ്രാർത്ഥനയായിരിക്കാം, അല്ല 1 മിനിറ്റ് തികച്ചു നിൽക്കാത്ത പ്രാർത്ഥനയായിരിക്കാം. അത് ജീവിതത്തിൽ വലിയ പ്രയോജനം ചെയ്യും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ കുഞ്ഞിന്, ഇളയ മകനൊരു ചെറിയൊരു അസ്വസ്ഥത പറ്റി, ചെറിയൊരു ബുദ്ധിമുട്ട്. അപ്പോൾ സാധാരണ ഞാൻ കുറേ പ്രാർത്ഥിക്കുമ്പോൾ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തികളെക്കുറിച്ച് പ്രസംഗിക്കാറുണ്ട്. ഒരുപാട് സമയം പ്രാർത്ഥിക്കുമ്പം, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പം, മണിക്കൂറുകൾ പ്രാർത്ഥിക്കുമ്പോൾ, ദിവസങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രസംഗത്തെ അതൊക്കെ പറയാറുണ്ട്. നമ്മുടെ അനുഭവങ്ങളാണ്. എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, 20 സെക്കൻഡിലൊക്കെ ഒരു പ്രാർത്ഥനയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ? ചെയ്യാൻ പറ്റും. കർത്താവ് ചെയ്തില്ലേ? നിന്റെ കിടക്ക എടുത്ത് നടക്കാമെന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റില്ലേ? എത്ര സെക്കൻഡ് എടുത്തു? കിടക്ക എടുത്ത് നടക്ക് എന്ന് പറയാൻ എത്ര സെക്കൻഡ് വേണം? ഒരു വാക്കുകൊണ്ട് പുറത്താക്കാൻ എത്ര സെക്കൻഡ് വേണം? നടക്കും. പക്ഷേ ഞാൻ അത്രയും അതിനെ ഊതി സംസാരിച്ചിരുന്നില്ല.
എന്നാൽ എൻ്റെ വൈഫ് രേഷ്മ എന്നോട് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞപ്പോൾ സമയക്കുറവുള്ളത് കൊണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്ത് പോകണമെന്നുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കുഞ്ഞിൻ്റെ മേത്ത് കൈവച്ച് 10 സെക്കൻഡ് വരുമോ, 10-15 സെക്കൻഡ് അത്രയുമേ എനിക്ക് സമയമുള്ളൂ. ആ 10-15 സെക്കൻഡ് ഞാൻ അവൻ്റെ മേൽ കൈവച്ച് അവൻ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ടിനെ അഡ്രസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചു, ശാസിച്ചു. ആ സെക്കൻഡിൽ തന്നെ ഡെലിവറൻസ് നടന്നു. കുറച്ച് കഴിഞ്ഞ് ഞാൻ പുറത്ത് പോയി ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു, ആ പ്രശ്നം മാറി. Now he is okay. Now he is active. 15 സെക്കൻഡിനകത്തുള്ളൊരു പ്രാർത്ഥനയ്ക്കകത്ത് ദൈവപ്രവൃത്തി നടക്കുന്നതിൻ്റെ പിന്നിലെ പ്രധാന കാരണം ഞാൻ പറയാം, പ്രാർത്ഥിച്ചവൻ്റെ മെച്ചമല്ല, അവനുപയോഗിച്ച വാക്കിൻ്റെ ശുദ്ധതയല്ല. പ്രധാന കാരണം God loves me, God loves him, God loves her, God loves you. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ആ 15 സെക്കൻഡിലെ പ്രാർത്ഥന 15 ദിവസത്തിൻ്റെ പ്രാർത്ഥനയുടെ വിലയായിട്ട് ദൈവം കണക്കാക്കിയത്. മനസ്സിലായോ ഞാൻ പറഞ്ഞതിൻ്റെ സാരം? എനിക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞൂടാ പാസ്റ്ററെ, എനിക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കാൻ അറിഞ്ഞൂടാ പാസ്റ്ററെ എന്നൊക്കെ പറയുന്നവർ ദയവായിട്ട് കേൾക്കുക. അതിലൊന്നും ഒരു കാര്യമില്ല. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അറിയാവുന്ന ഭാഷയെ പ്രാർത്ഥിച്ച ദൈവപ്രവൃത്തി നടക്കും. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫാസ്റ്റിംഗ് പ്രെയറിൽ അന്യഭാഷയിൽ രാത്രി 10 മണിക്ക് പ്രാർത്ഥനയുണ്ട്. എല്ലാവർക്കും പങ്കെടുക്കാം എന്ന് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞു. എത്ര മെസ്സേജ് എങ്ങോട്ട് വന്നതെന്നറിയാമോ? ഞങ്ങൾക്ക് അന്യഭാഷ അറിഞ്ഞൂടാ, പിന്നെ എങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കും? അന്യഭാഷ അറിഞ്ഞാത്ത ഞാൻ എന്തിന് പ്രാർത്ഥന കയറണം? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. ഞാൻ പറഞ്ഞ അന്യഭാഷയുള്ളവർക്ക് മാത്രമല്ല, എല്ലാവർക്കും കയറാം. പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കയറാം. ഇതൊരു മനുഷ്യനല്ല പകരുന്നത്, ഇത് ദൈവമാ പകരുന്നത്. ഇത് പഠിച്ചോണ്ട് കയറുന്നതല്ല, ഇത് പകർന്നുകൊണ്ട് കയറുന്നതാ. ഇതൊക്കെ പറഞ്ഞു, അത് ലൈവിൽ തന്നെ പറഞ്ഞു. പക്ഷേ അടുത്ത മെസ്സേജിൽ ഇങ്ങോട്ട് ചോദ്യമാണ്, അന്യഭാഷ അറിഞ്ഞാത്തവർ കയറിയിട്ട് എന്തോ എടുക്കാൻ? അന്യഭാഷ എനിക്ക് അറിഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു കയറണം? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. അവിടെ ഒന്നും ഞാൻ റെസ്പോണ്ട് ചെയ്യാനേ ഞാനില്ല. ഞാൻ പറഞ്ഞു വന്നെൻ്റെ സാരം, അതറിയാവുന്നവരുടെ പ്രാർത്ഥന മാത്രമല്ല ദൈവം സ്വീകരിക്കുന്നത്. മനസ്സിലാക്കുക, അതറിയാവുന്നവരുടെ പ്രാർത്ഥന മാത്രമല്ല ദൈവം സ്വീകരിക്കുന്നത്. വാ തുറക്കാത്തവന്റെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കും, അറിയാവോ? വാ തുറക്കാത്തവന്റെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കും, അറിയാവോ? കരഞ്ഞാൽ മാത്രം മതി. കണ്ണുനീരിനും പ്രതിഫലവും മറുപടിയും തരുന്നൊരു ദൈവമുണ്ട്. എൻ്റെ പൊന്നുമക്കളെ, ചില സമയം വാ തുറന്ന് പ്രാർത്ഥിക്കാൻ ഒക്കുകയല്ല, വിങ്ങലുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിന്റെ കണ്ണുനീർ സംസാരിക്കും ദൈവസന്നിധി. ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത്? വചനം വായിച്ചിട്ടില്ല ഇതുവരെ. ഇതും ആർക്കോ വേണം. കരയാൻ മാത്രം കഴിയുന്നവരുണ്ട് ഈ ലോകത്ത്, പ്രാർത്ഥിക്കാൻ കഴിയാതെ. പ്രാർത്ഥന വളരെ കുറവും. കരച്ചിൽ, കണ്ണുനീർ ഒത്തിരി മണിക്കൂറുകൾ അല്ലെങ്കിൽ മിനിറ്റുകൾ ദൈവസന്നിധിയിൽ ചെലവിടുന്നവരുമുണ്ട്. അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് മറുപടി കൊടുക്കും. ഞാൻ അന്യഭാഷ പ്രാർത്ഥിച്ചില്ലല്ലോ, ഞാൻ പരിശുദ്ധനായ ദൈവമേ പറഞ്ഞില്ലല്ലോ, സ്വർഗസ്ഥനായ പിതാവെ പ്രാർത്ഥിച്ചില്ലല്ലോ. പക്ഷേ കണ്ണുനീരിന് മറുപടി കൊടുക്കും ദൈവം. നീ 1.5 മണിക്കൂർ പ്രാർത്ഥിക്കുന്നതും 15 മിനിറ്റ് വിത്ത് കണ്ണുനീർ നീ പ്രാർത്ഥിക്കുന്നത് ഒരുപോലെ. എനിക്ക് അവരെ പോലെ ഒത്തിരി പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള നിരാശയുണ്ടോ? എൻ്റെ വായ അങ്ങനെ തന്നെ സംസാരിക്കുന്നു, എൻ്റെ അധരം അങ്ങനെ തന്നെ സംസാരിക്കുന്നു. അങ്ങനെയൊക്കെ നിരാശയുള്ളവരുണ്ട്. ഉപവാസം എടുത്താലും ഒത്തിരി പ്രാർത്ഥിക്കാൻ കഴിയാത്തവർ, എന്നാൽ ഒത്തിരി കരയാൻ കഴിയുന്നവരുണ്ട്. നിങ്ങൾ നിരാശപ്പെടല്ലേ? അയ്യോ, കരച്ചിൽ മാത്രമേ നടന്നുള്ളല്ലോ, പ്രാർത്ഥനയൊന്നും നടന്നില്ലല്ലോ. പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നന്നായി കണ്ണുനീർ ദൈവസന്നിധിയിൽ സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ കണ്ണുനീർ തുരുത്തിയിൽ ശേഖരിക്കുന്നൊരു ദൈവമുണ്ട്, അത് തൻ്റെ കുപ്പിയിൽ ശേഖരിക്കുന്നൊരു ദൈവമുണ്ടെന്നാണ് പറയുന്നത്. ആമേൻ. അതിനൊത്തവണ്ണം മറുപടി കർത്താവ് നിങ്ങൾക്ക് തരും. ബിക്കോസ് ഹി ഈസ് ഫെയ്ത്ത്ഫുൾ. മനുഷ്യരെ പോലല്ല കേട്ടോ ദൈവം. മനുഷ്യനൊരു വാക്ക് പറയും, 9 വർഷം കഴിഞ്ഞാലും പാലിക്കത്തില്ല. മനുഷ്യനൊരു വാക്ക് പറയും, സൗകര്യപൂർവ്വം മറക്കും. പക്ഷെ ദൈവം 9 പ്രാവശ്യം ഒന്നും പറയത്തില്ല, 1 പ്രാവശ്യം പറയും. അവൻ 9 പ്രാവശ്യം ഉണ്ടാകട്ടെ, കിളിക്കട്ടെ, ജനിക്കട്ടെ, ജീവിക്കട്ടെ പറഞ്ഞില്ല, 1 പ്രാവശ്യം പറഞ്ഞുള്ളൂ. 10,000 പ്രവാചകന്മാരിൽ നിന്ന് 10,000 ദൂത് കേൾക്കുന്ന പോലെ അല്ല കേട്ടോ ദൈവം പറയുന്ന കാര്യങ്ങൾ.
ഒരു പ്രവാചകൻ പറഞ്ഞത് കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടി അടുത്ത പ്രവാചകന്റെ നമ്പർ ചോദിക്കും. അവിടുന്ന് പിന്നെ അടുത്ത പ്രവാചകന്റെ അടുത്ത് പോകും. അത് കഴിഞ്ഞ് പ്രവചനം കേട്ട് ജീവിതം നശിച്ചവർ ഒത്തിരി ഉണ്ടെന്നാണ് ഞാൻ കേട്ടെ. പ്രവചനം കേട്ട് 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 ജീവിതം നശിച്ചു പോയ ഒത്തിരി പേരുണ്ടെന്നാണ് ഞാൻ കേട്ടെ. പക്ഷെ ദൈവം അങ്ങനെയല്ല. ഒറ്റ പ്രാവശ്യം പറയും, പറയുന്നത് ചെയ്യും. ഒറ്റ പ്രാവശ്യം പറയും, പറയുന്നത് ചെയ്യും. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. മനുഷ്യൻ പറയുന്ന വാക്കിന് കാലതാമസം വെച്ചാലും ദൈവം പറയുന്ന വാക്കിന് കാലതാമസം വെക്കത്തില്ല. നിങ്ങളുടെ കണ്ണുനീർ ദൈവത്തോട് സംസാരിക്കും. ഇത്രയും ഭാഗം പരിശുദ്ധാത്മാവിന് ആരോട് സംസാരിക്കാനുണ്ട്. അങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ വരാറുണ്ട്. അതാണ് എന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്, ഇത്രയും വരെ പറഞ്ഞെത്തിയത്. എനിവേ, വളരെ പ്രാർത്ഥനയോടെ ഇരിക്കുക ദൈവമക്കളെ. നമ്മളൊരു മനുഷ്യൻ്റെ ആരാധകരാകണ്ട, നമ്മൾ ദൈവത്തിൻ്റെ ആരാധകരായാൽ മതി. ഒരു മനുഷ്യനെ മോഡലാക്കണ്ട, ദൈവത്തെ, യേശുവിനെ മോഡലാക്കിയാൽ മതി. അതാണ് ദൈവത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. മത്തായി എഴുതിയ സുവിശേഷം 9-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം. മത്തായി എഴുതിയ സുവിശേഷം 9-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം. വചനമുള്ള എല്ലാ ദൈവമക്കളും, ബൈബിളുള്ള എല്ലാ ദൈവമക്കളും, നിങ്ങൾ ബൈബിൾ തുറക്കണം. Glory to Jesus. Hallelujah. Ruhala brahanta shikena raboshi alba. Glory to Jesus. Glory to Jesus. Hallelujah. എല്ലാവരും തിരുവെഴുത്തെടുത്താട്ടെ, വചനം തുറന്നാട്ടെ. എല്ലാ ദൈവമക്കളും വിശുദ്ധ ബൈബിൾ തുറന്നാട്ടെ. ബൈബിളുള്ള എല്ലാവരും, ഇല്ലെങ്കിൽ നിങ്ങൾ പോയി എടുത്തിട്ട് വരിക. നമ്മൾ എവിടെ ഇരിക്കുന്നത്? ദൈവസന്നിധിയിലായിരിക്കും. നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നൊരിതാണെങ്കിൽ എടുക്കുക. 9-ാമത്തെ അധ്യായം 8-ാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം. നിങ്ങൾ വായി കൊണ്ട് വായിക്കുക, ഞാനിവിടെ വായിക്കാം. പുരുഷാരം അത് കണ്ട് ഭയപ്പെട്ടു. മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തെ മഹത്വപ്പെടുത്താൻ മനുഷ്യനെ പ്രേരിപ്പിച്ച ഒരു ദൈവപ്രവൃത്തി. നമുക്കൊരു വ്യക്തിയെ തുറക്കടാ നിന്റെ വായ, സ്തുതിക്കടാ ദൈവത്തെ എന്ന് പറഞ്ഞൊന്നും ചെയ്യിക്കാൻ പറ്റില്ല. മനുഷ്യൻ അറിയാതെ ദൈവമേ എന്ന് വിളിച്ചു പോകുന്നൊരു സന്ദർഭമുണ്ട്. അത് കാല് തട്ടുമ്പോഴും കൈമുറിയുമ്പോഴൊന്നും അല്ല കേട്ടോ, ആ വിളിയല്ല ഞാൻ പറഞ്ഞത്. അല്ലാതെ ഉള്ളം കൊണ്ട് മനുഷ്യൻ അറിയാതെ വിതുമ്പിക്കൊണ്ട് കർത്താവേ എന്ന് വിളിക്കുന്നൊരു സമയമുണ്ട്. അത് 2 ഘട്ടമുണ്ട്. ഏതാണെന്നറിയാവോ? ഒന്ന്, കുരുടന്റെ അടുത്ത്, അന്ധന്റെ അടുത്ത് കർത്താവ് വന്നപ്പോ, ഞാനതിന് ഇങ്ങനെ ഒന്ന് പറഞ്ഞോട്ടെ, അന്ധന്റെ അടുത്ത് യേശു വന്നപ്പോ ആ പ്രസൻസ് താൻ ഇരിക്കുന്ന പ്രിമിസസിൽ എവിടെയോ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യൻ, കർത്താവേ ദാവീദ് പുത്ര എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് പറഞ്ഞൊരു വിളി നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ. ആ മനുഷ്യൻ വിളിച്ചത് എങ്ങനെയാണെന്ന് ഇമാജിൻ ചെയ്തേ. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് യേശുവേ എന്ന് വിളിക്കുമ്പോൾ ഷൂ 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 മാത്രം പുറത്ത് കേൾക്കുന്ന പോലാണോ? സ്തോത്രം പറയുമ്പം സൂ 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 മാത്രം പുറത്ത് കേൾക്കുന്ന പോലാണോ? ശരിക്കും സ്ഫുടതയോടെ ഞാൻ ഇങ്ങനെ പറയും കേട്ടോ, കാരണം നമ്മൾ ഇതൊക്കെ കാണുന്നതാ. യേശുവേ എന്നൊന്ന് വിളിക്കാൻ വായ തുറക്കത്തില്ല, പക്ഷെ മറ്റൊരു വ്യക്തിയെ കുറിച്ച് കുറ്റവും കുറവും പറയാൻ വല്ലാതെ വാ തുറക്കും. സ്തോത്രം പറയാൻ മര്യാദയ്ക്ക് നാവ് ചലിപ്പിക്കത്തില്ല, പക്ഷെ മറ്റൊരു വ്യക്തിയെ കുറിച്ച് ഏഷണി പറയാൻ നാക്ക് ചുമ്മാ അടിച്ചുകൊണ്ടിരിക്കും. പലയിടത്ത് പോകുമ്പോൾ കാണുന്ന കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് ദേവദാസന്മാർക്കിടയ്ക്ക് ഒന്ന് സ്തോത്രം പറഞ്ഞേ എന്ന് പറയേണ്ടി വരുന്നത്. മറ്റത് അവർ സ്തുതിച്ചായിരുന്നെങ്കിൽ മിനിസ്ട്രി ഈസിയാ. ഇവർ സ്തുതിക്കുമ്പോൾ പുള്ളിക്ക് ചാർജ് കയറുമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞേ. ഇവർ സ്തുതിക്കുന്നുണ്ടല്ലോ നോർത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്രസംഗിക്കുന്നവനെ ദൈവം ഉപയോഗിക്കും. സ്തോത്രം. അപ്പൊ ഇത് നമ്മൾ ഈ സൂസൂസൂയും ശൂശൂഷും കേൾക്കുന്ന പോലല്ല. ഇവിടെ വിളിച്ചത് കർത്താവേ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, ദാവീദിന്റെ പുത്ര, ദാവീദ് പുത്ര എന്നോട് കരുണ ഉണ്ടാകണമേ എന്നുള്ള വിളി ആ മനുഷ്യൻ ഡെലിവറൻസ് പ്രാപിക്കുന്നതിന് മുന്നേ
ദൈവത്തിന് കൊടുത്ത മഹത്വമാണ്. മോനെ, നീ പ്രാർത്ഥിച്ചതിന്റെ മറുപടി കിട്ടുന്നത് കൊണ്ടാണോ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നേ, അതോ ദൈവം മഹത്വത്തിന് അർഹനാണെന്ന് അറിയുന്നോണ്ടാണോ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്? ഗ്ലോറി അബ്ബ. മോനെ, നീ ആ പ്രസൻസ്, ഈ അന്ധൻ അറിഞ്ഞതുപോലെ നീ ആ പ്രസൻസ് ഇവിടെ ഉണ്ടെന്ന് അറിയുന്നോണ്ടാണോ മഹത്വപ്പെടുത്തുന്നേ? കേൾക്ക, ആ പ്രസൻസ് ഇവിടെ ഉണ്ടെന്ന് എന്തോ ആ അന്ധൻ കേട്ടോണ്ടാ, ഉണ്ടെന്ന് അറിഞ്ഞോണ്ടാണോ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നേ? അതോ ഇയാൾ കാഴ്ച തരുമോന്ന് നോക്കട്ടെ, എന്നാ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് താങ്ക് യു പറയാം എന്ന ചിന്തയിലാണോ മഹത്വപ്പെടുത്തുന്നത്? ദൈവത്തെ മഹത്വപ്പെടുത്തിയതിന്റെ കാര്യം ഇവിടെ ഒരു കൂട്ടം ജനം പുരുഷാരം ദൈവത്തെ മഹത്വപ്പെടുത്തിയതിന് കാരണം മനുഷ്യർക്ക്, അവരുടെ ഭാഷയെ പറഞ്ഞാൽ ഓർഡിനറി പീപ്പിൾ, സാധാരണക്കാർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തി. താങ്കൾ ഒരു സാധാരണ വ്യക്തിയായിരിക്കാം, ഒത്തിരി എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്ത, ഒത്തിരി നോളജ് ഒന്നും ഇല്ലാത്ത, ഒത്തിരി ഭയങ്കര സംഭവമൊന്നും അല്ലാത്ത ഒരു ഓർഡിനറി പീപ്പിൾ, അല്ലെങ്കിൽ ഒരു സാധാരണ വ്യക്തി, ഒരു സാധാരണ വ്യക്തിത്വമുള്ളൊരു വ്യക്തിയായിരിക്കാം. പക്ഷേ ആ സാധാരണക്കാരനെ അസാധാരണമാക്കുന്ന നിലകളിൽ, അസാധാരണക്കാരനെന്നൊന്നും ഞാൻ പറയുന്നില്ല, ആ സാധാരണക്കാരനെ അസാധാരണമാകുന്ന നിലകളിൽ എടുത്തുയർത്താൻ കഴിയുന്ന, തന്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു മഹോന്നതനായ ദൈവമുള്ളത് കൊണ്ട് ഞാൻ ഈ വചനത്തോടു കൂടെ, ഈ ദൈവത്തെ മഹത്വപ്പെടുത്തിയവരോട് കൂടെ ചേർന്ന് ഞാൻ ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നീ മഹത്വം കൊടുക്കുന്നത് ദൈവത്തിനാണെന്നറിഞ്ഞാൽ, നീ മഹത്വപ്പെടുത്തുന്നത് ദൈവത്തെയാണെന്നറിഞ്ഞാൽ, നീ മഹത്വപ്പെടുന്നത് ദൈവത്താലാണെന്നറിഞ്ഞാൽ അവിടെ ഒരു ദൈവിക ചലനമുണ്ടായിരിക്കും, അവിടെ ഒരു ദൈവപ്രവൃത്തി ഉണ്ടായിരിക്കും. ബന്ധനങ്ങളെ അഴിയുക എന്ന് പറയാതെ, കുരുട്ട് കണ്ണുകളെ തുറക്കുക എന്ന് പറയാതെ, അടഞ്ഞുപോയ കാതുകളെ തുറക്കുക എന്ന് പറയാതെ, കെട്ടുകളെ അഴിയുക എന്ന് പറയാതെ, നിന്റെ മഹത്വപ്പെടുത്തലിന്റെ ശക്തിയാൽ അതിന്റെ നടുവിൽ വ്യാപരിക്കുന്ന പ്രകൃത്യാതീതമായ ശക്തി ഇപ്പോൾ വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിൽ അലയടിക്കട്ടെ. മനസ്സിലായോ ഞാൻ പറഞ്ഞതിന്റെ കാര്യം? അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മൾ വീട്ടിൽ പലരെയും ക്രിസ്തുവിലോട്ട് അടുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ആരും അടുക്കുന്നില്ല. വന്നിരുന്ന് പ്രാർത്ഥിക്കടി എന്ന് നമ്മൾ പറയാറുണ്ട്, ആരും അടുക്കുന്നില്ല. വന്ന് ബുക്ക് തുറന്ന് വായിച്ചിട്ട്, പുസ്തകം തുറന്നൊന്ന് വായിക്കാൻ പാടില്ല, 2 വാക്യെങ്കിലും വായിക്കാൻ പാടില്ല പറയാറുണ്ട്, ആരും തുറക്കുന്നില്ല. ഈ പുസ്തകം എവിടെയെന്ന് കണ്ടിട്ട് 1.5 ആഴ്ച ആയ ആൾക്കാരുണ്ടാവും, ഈ പുസ്തകം തപ്പിയിട്ട് കിട്ടാത്ത ആൾക്കാരും ഉണ്ടാവും, കാരണം ഉപയോഗിക്കാറില്ലല്ലോ. ആമേൻ. പക്ഷെ ഒരു കാര്യം, നീ പറയാതെ മഹത്വപ്പെടുത്തുന്ന ഒരു ദൈവപ്രവൃത്തിയെ കുറിച്ചാണ് ഞാൻ വായിച്ചത്. നീ പ്രാർത്ഥിക്ക് എന്ന് പറയാതെ മുട്ടുമടക്കുന്ന ഒരു ദൈവപ്രവൃത്തിയെ കുറിച്ചാണ് ഞാൻ വായിച്ചത്. ആമേൻ, ആമേൻ. ക്രിസ്തു ജീവനുള്ള ദൈവം എന്ന് പുറകെ നടന്ന് പറഞ്ഞു മടുപ്പിക്കാതെ അവർ അറിഞ്ഞു ദൈവത്തെ വിളിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എന്താണ് അതിന്റെ കാരണം? മനുഷ്യനെ ഉപയോഗിച്ച ദൈവത്തിന്റെ അധികാരം, അധികാരത്തെ കുറിച്ചാണ് വചനം പറയുന്നത്. വായിച്ചേ, പുരുഷാരം അത് കണ്ട് ഭയപ്പെട്ടു. മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തി. അധികാരം കൊടുക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തി. അധികാരം മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ല, DGP ആയതുകൊണ്ടല്ല, പ്രധാനമന്ത്രി ആയതുകൊണ്ടല്ല, പ്രസിഡന്റ് ആയതുകൊണ്ടല്ല, മനുഷ്യന്റെ മേൽ വ്യാപരിച്ച പ്രകൃത്യാതീതമായ ശക്തിയുടെ മേലുള്ള ഒരു ഭയം, ഒരു റെസ്പെക്ട്. ഈ അധികാരമാണ്
നടക്കാത്തവനെ നടത്തുന്നത്. ഈ അധികാരമാണ് അഴിയാത്തതിനെ അഴിക്കുന്നത്. ഈ അധികാരമാണ് മരിച്ചതിനെ ജീവിപ്പിക്കുന്നത്. ഭയപ്പെടും. ഈ അധികാരം ഭയപ്പെടും. ഈ അധികാരം കണ്ട ഭയപ്പെടും. ഹല്ലേലൂയ. ഇവിടെ അവൻ പടകിൽ കയറി ഇക്കരയ്ക്ക് കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി എന്ന വചനം തുടങ്ങുന്നത്. അവൻ പടകിൽ കയറി ഇക്കരയ്ക്ക് കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി. ഈ സ്വന്തം പട്ടണത്തിൽ സ്വന്തക്കാരായിട്ട് ആരെങ്കിലുമൊക്കെ ഉള്ളത് കൊണ്ടല്ലേ? You got it? ഈ സ്വന്തം പട്ടണത്തിൽ സ്വന്തക്കാരായി ആരൊക്കെ ഉള്ളത് കൊണ്ടല്ലേ? അല്ലേ? അല്ലേ? അവൻ പടകിൽ കയറി ഇക്കരയ്ക്ക് വന്ന് സ്വന്തം പട്ടണത്തിലെത്തി സ്വന്തമെന്ന് കരുതിയവരുടെ മേൽ ഈ അധികാരം പ്രയോഗിച്ചത്. മോനെ, നിന്നെ കാണാൻ നിന്റെ വീട്ടുമുറ്റത്തുകൂടെ പാസ് ചെയ്ത് പോയാൽ പോലും കയറാത്ത ആൾക്കാരുണ്ട്. ഒരു ദിവസം മിനിമം 2 പ്രാവശ്യം അതിലേക്കൂടെ പോയാലും മുഖം ഇങ്ങോട്ട് തിരിച്ചു പോകുന്നവരുണ്ട്. കണ്ടാ വിളിച്ചാലോ, അല്ലെ കണ്ടാലോ കയറേണ്ടി വരികയല്ലേ? സ്തോത്രം. നിങ്ങളെ കടന്ന് ഒരു ഫോൺ കോൾ അപ്പുറത്തെ വീട്ടിലേക്ക് പോയാലും നടുക്കിരിക്കുന്ന വീട്ടിലാകുന്ന നിങ്ങളെ വിളിക്കാത്ത ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നമ്മെ വിളിക്കാത്ത ആൾക്കാരുണ്ട്. നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന കണ്ടാലും പുള്ളിയാണല്ലോ നിൽക്കുന്നതെന്ന് അറിഞ്ഞിട്ട് പെട്ടെന്ന് മുഖം ഇങ്ങോട്ട് തിരിച്ചിട്ട് കുറച്ചും കൂടെ ആക്സിലറേറ്റർ കൂട്ടി നമ്മളെ പാസ് ചെയ്തു പോകുന്ന ആൾക്കാരുണ്ട്. ഇവരുടെ എല്ലാവരുടെ മധ്യത്തിലാണ് ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചേക്കുന്ന ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത്. എല്ലാവർക്കും പ്രിയമല്ല. ചിരിക്കുന്ന എല്ലാവർക്കും ഭയങ്കര സന്തോഷമല്ല. എല്ലാവർക്കും വാത്സല്യമല്ല. എല്ലാവർക്കും കരുതലല്ല. ചിരിക്കുന്നതിനകത്തും വിഷം മറഞ്ഞിരിപ്പുണ്ട്. പക്ഷേ ഇവിടെ പടകിൽ കയറി ഇക്കരെ എത്തി പടകിൽ കയറി ഇക്കരെ കടന്ന് സ്വന്തം പട്ടണത്തിൽ വന്നവന് സ്വന്തക്കാരായി ചിലരെ കരുതിയേക്കുന്നത് കൊണ്ടാണ് അവൻ വന്നത്. അവൻ പടകിൽ കയറി വന്നതും സ്വന്തമായി നമ്മളെ കണ്ടതുകൊണ്ടാണെങ്കിൽ അവൻ ദൈവ സാദൃശ്യത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്തതും വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയതും സകല ദൈവത്വവും അവിടെ ഉരിഞ്ഞു വെച്ചതും അവിടെ മാറ്റിവെച്ച് അവൻ താഴ്ചയുള്ള ശരീരമെടുത്ത് അവൻ താണ ഭൂമിയിലേക്ക് വന്നതും മക്കളെ സ്വന്തമായി എന്നെയും നിങ്ങളെയും കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ആരും സ്വന്തമല്ല എന്ന് പറഞ്ഞാലും ഐ ഡോണ്ട് മൈൻഡ് എന്ന് പറയുന്ന എത്ര പേരുണ്ട്. പക്ഷെ അവർ വെറുത്തോണ്ട് പറയരുത്, സ്നേഹിച്ചുകൊണ്ട് പറയണം. ഐ ഡോണ്ട് മൈൻഡ്. അവർക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഐ ഡോണ്ട് കെയർ, ഐ ഡോണ്ട് മൈൻഡ്. എന്നെ അതൊന്നും വേദനിപ്പിക്കുന്നില്ല, ഞാനതൊന്നും ചിന്തിക്കുന്നില്ല. കാരണം സ്വന്തം പട്ടണത്തിൽ എന്നെ സ്വന്തമായി കണ്ട എനിക്കൊരു സ്വന്തക്കാരൻ ഭൂമിയിലുണ്ടെന്ന് കണ്ടിട്ട് ദാസരൂപമെടുത്ത് താഴ്ചയുള്ള ശരീരമെടുത്ത് എൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്ന എന്നെ രക്ഷിച്ചെടുപ്പാൻ, എന്നെ അധികാരമുള്ളവനാക്കി തീർക്കാൻ, എൻ്റെ പേർക്കായി ഇറങ്ങി വന്ന ഒരു ദൈവം ഉള്ളത് കൊണ്ട് ഐ ഡോണ്ട് മൈൻഡ്, ഐ ഡോണ്ട് കെയർ. ആരൊക്കെ അതിനൊരു ആമേൻ പറയും? നമ്മൾ ഈ മനുഷ്യനെ ദൈവത്തെക്കാൾ ഏറെ വില കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ പലയിടത്തും ഡിസപ്പോയിന്റഡ് ആകുന്നത്. അല്ലെങ്കിൽ മനുഷ്യർ നമുക്ക് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് ഡൗൺ ആയി പോകുന്നത് നമ്മൾ എപ്പോഴൊക്കെയോ വല്ലാത്ത സ്ഥാനം അവർക്കൊക്കെ കൊടുത്തു പോയതുകൊണ്ടാണ്. പക്ഷേ അച്ഛൻ പറയുന്നു നോക്കി, അവൻ പടകിൽ കയറി ഇക്കരയ്ക്ക് കടന്ന് സ്വന്തം പട്ടണം എന്ന പറയത്തക്ക നിലയിൽ കർത്താവിനൊരു പട്ടണം ഉണ്ടായിരുന്നു. കർത്താവ് ബെത്ലഹേമിൽ ജനിച്ചു. സ്വന്തം പട്ടണം. അവൻ ഭൂമിയിലാ ജനിച്ച്. അവന്റെ സ്വന്തം പട്ടണം തന്നെ, അവന്റെ സ്വന്തം ഇടം തന്നെ. ഈ ഭൂമി മുഴുവനും തന്റെ അധികാരത്തിലിരിക്കുന്നു. ഭൂമിയും ഭൂമിക്ക് കീഴിലുള്ള സകല ധാതുക്കളും പോലും ദൈവത്തിന്റെ അധികാരത്തിലിരിക്കുന്നു. ഇനി അവിടുന്ന് മേളിലേക്ക് പറഞ്ഞാലോ, ആകാശവും നക്ഷത്ര മണ്ഡലങ്ങളും അതിന് മുകളിലേക്കുള്ള സകലതും കർത്താവിന്റെ അധികാരത്തിലിരിക്കുന്നു.
അധികാരം, പവർ, അതോറിറ്റി സകലതും അവനായും അവനാലും ഉണ്ടാക്കപ്പെട്ടു എന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുമ്പോൾ ഇതാർക്ക് പകുത്തു കൊടുക്കണമെന്നുള്ളത് ആ ഡിസിഷൻ കർത്താവിൻ്റെതാണ്. ഇന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒത്തിരി എഡ്യൂക്കേറ്റഡ് അല്ലായിരിക്കാം, ഒത്തിരി കഴിവുകൾ കാണത്തില്ല, ഒത്തിരി അറിയപ്പെടുന്ന വ്യക്തി ആയിരിക്കത്തില്ല. പക്ഷേ പ്രയോജനപ്പെടണമെന്നൊരാശ നിന്റെ ഉള്ളത്തിൽ കത്തുന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ ഉപയോഗിക്കും ബ്രദറെ, ദൈവം നിന്നെ ഉപയോഗിക്കും സിസ്റ്ററെ. ഹല്ലേലൂയ. ദൈവത്തിന് അധികാരം പകരാൻ താല്പര്യമുണ്ട്. കാരണം ചില വ്യക്തികൾ നിന്നിലൂടെ നടക്കുന്ന, നിന്റെ പ്രാർത്ഥനകളിലൂടെ നടക്കുന്ന, വിശ്വാസത്തിലൂടെ നടക്കുന്ന ദൈവപ്രവർത്തികളെ കണ്ട് ഈ പുരുഷാരം ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക നിലകളിൽ നിന്നെ ഒരു അധികാരമുള്ളവനാക്കി മാറ്റാൻ എന്റെ ദൈവത്തിന്റെ കർത്താവിന്, എന്റെ ദൈവത്തിന്, പരിശുദ്ധാത്മാവിന് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് പുരുഷാരം ഭയപ്പെട്ടത്. പുരുഷാരം ഭയപ്പെട്ടത് ഈ വ്യക്തികളെ ഉൾപ്പെടെയാണ് കേട്ടോ. കാരണം ഇവ നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ. ഇവരെ ആണല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം കുറ്റം പറഞ്ഞ്, ഇവനെ കുറിച്ചാണല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം ഫോൺ ചെയ്തപ്പോൾ വേണ്ടാതീനൊക്കെ പറഞ്ഞ്, ഇവനെക്കുറിച്ചാണല്ലോ ഞാൻ ഏഷണി കയറ്റിയത്, ഇവനെക്കുറിച്ചാണല്ലോ ഞാൻ നുണ പറഞ്ഞത്, ഇവന് കിട്ടാനുള്ള നന്മയാണല്ലോ ഞാൻ തടഞ്ഞത് എന്നുൾപ്പെടെ ഭയപ്പെട്ടവർ ഒരു പക്ഷേ അക്കൂട്ടത്തിൽ കാണും. ഹല്ലേലൂയ. അവിടെ ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷപാതക്കാരനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷപാതക്കാരനോട്, മകനെ ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ശാസ്ത്രിമാരിൽ ചിലർ, ഇവൻ ദൈവദൂഷണം പറയുന്നു എന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. യേശുവോ അവരുടെ നിരൂപണം ഗ്രഹിച്ച്, നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നത് എന്ത്? സൂക്ഷിക്കണം. ഈ ദൈവത്തിന്റെ വചനം പറയുന്നവരെ കുറിച്ച്, അവൻ ചെറിയവനോ വലിയവനോ, അവൻ കറുത്തവനോ വെളുത്തവനോ, അവൻ നന്നായിട്ട് പ്രസംഗിക്കുന്നു അല്ലാതെ പ്രസംഗിക്കുന്നു, അതൊക്കെ ദൈവത്തിന് വിടുന്നതാണ് നല്ലത്. അവനെക്കുറിച്ച് നിങ്ങളൊന്നും പറഞ്ഞു പോലും കാണത്തില്ല, ദൈവവചനം പറയുന്നവരെ കുറിച്ചൊന്നും പറഞ്ഞു പോലും കാണത്തില്ല. പക്ഷെ ഉള്ളത്തിൽ നിരൂപിക്കുന്നത് പോലും ഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. കഴിവിന്റെ പരമാവധി അങ്ങനെയൊന്നും നിരൂപിക്കാതിരിക്കുന്നത് നല്ലത്. പ്രത്യേകിച്ച് ദൈവം അനോയിന്റ് ചെയ്ത വ്യക്തികൾ, ദൈവം അനോയിന്റ് ചെയ്തിരിക്കുന്ന വ്യക്തികൾ ദൈവത്തിന് തെറ്റുപറ്റി ചെയ്തതല്ല. കർത്താവ് ആ അഭിഷേകത്തിന്റെ കൊമ്പും കൊണ്ടുപോയപ്പം കാല് തട്ടി കുറച്ച് പുള്ളിയുടെ മേത്ത് വീണതല്ല, ദൈവം പകരണമെന്ന് ആഗ്രഹിച്ചിട്ടിട്ടതാണ്. അങ്ങനെയുള്ളവരെ വഞ്ചിക്കാതിരിക്കുന്നത്, കബളിപ്പിക്കാതിരിക്കുന്നത്, പറ്റിക്കാതിരിക്കുന്നത്, മിസ്യൂസ് ചെയ്യാതിരിക്കുന്നത്, കുറ്റം പറയാതിരിക്കുന്നത്, അവരുടെ വായിലൂടെ വരുന്ന വചനങ്ങളെ വിധിക്കാതിരിക്കുന്നത് നല്ലത്. അതാ യേശു അത് ഗ്രഹിച്ചു. കർത്താവ് കേട്ടതല്ല, ഗ്രഹിച്ചു. ഹൃദയത്തിൽ നിരൂപിച്ചത് ഗ്രഹിച്ചു. അടുത്ത വാക്ക് പാപം. പാപം. എന്നാൽ ശാസ്ത്രിമാരിൽ നിങ്ങൾ ഹൃദയത്തിൽ, യേശു അവരുടെ നിരൂപണം ഗ്രഹിച്ചിട്ട്, നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നത് എന്ത്? നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിൽ പോക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് വീട്ടിൽ പോയി. പുരുഷാരം അത് കണ്ട് ഭയപ്പെട്ട് മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ യേശുവിനെ കുറിച്ചാണല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം ദൂഷണം പറഞ്ഞത്. ഈ മനുഷ്യനെ കുറിച്ചാണല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം ഫോൺ ചെയ്തപ്പം പുള്ളി അത് ചെയ്തു. പുള്ളി എന്തോ തട്ടിപ്പാകട്ടോ, അടുത്ത തട്ടിപ്പായിട്ട് പുള്ളി ഇറങ്ങിയേക്കുക, അടുത്ത എന്തോ ദോഷമായിട്ട് പുള്ളി ഇറങ്ങി വെക്കുക എന്ന് പറഞ്ഞു. ഈ വ്യക്തിയെക്കുറിച്ച് മറ്റേ വ്യക്തി പറഞ്ഞത് കേട്ടിട്ടാണല്ലോ ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഈ പറയുന്ന വ്യക്തിയെ കണ്ടുപോലും കാണത്തില്ല. പക്ഷെ അയാള് പറഞ്ഞത് കേട്ടു ഇയാളെ കുറിച്ച്. അതുകൊണ്ട് അയാള് പറഞ്ഞതുകൊണ്ട് ഇയാൾ വെറും പൊള്ളത്തരവാ, ഇയാൾ വെറും പറ്റിപ്പ, ഇയാൾ വെറും കബളിപ്പിക്കല. ഇതാണ് പൊതുവേ നടക്കുന്ന ഒരു രീതി. എന്നാൽ നിങ്ങൾ ഡയറക്റ്റ്ലി കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ അദ്ദേഹത്തിന്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ലില്ല. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് അവരെ വിധിക്കുന്നു? അത് അപ്പുറത്തെ പുള്ളിക്കാരി പറഞ്ഞായിരുന്നു. നിർത്ത.
കാര്യം നമ്മൾ ക്രിസ്ത്യാനിയായിരിക്കും, പക്ഷെ ദൈവം അങ്ങനെ അംഗീകരിക്കുന്നില്ല. കാര്യം നമ്മൾ ഭയങ്കര സംഭവമൊക്കെ ആയിരിക്കും, പക്ഷെ ദൈവം അങ്ങനെയുള്ളതിനെ എടുക്കുന്നില്ല. നമ്മൾ നോക്കിയേ, പ്രത്യക്ഷത്തിൽ നമ്മൾ എന്തെങ്കിലും രഹസ്യപാപം ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ ഈ ചെയ്തതോ വിശുദ്ധ കർമ്മമാണോ? അല്ല, പാപമാണ്. പാപത്തിന്റെ ലിസ്റ്റ് കിടക്കുന്ന എവിടാന്ന് കണ്ടോ നിങ്ങൾ? നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് പാപം ചെയ്യുന്നില്ല, വേറെ ഒരു പരിപാടി നമ്മൾ കാണിക്കുന്നില്ല, വേറെ ഒരു രഹസ്യപാപവും ഇല്ല, നാട്ടിൽ കണ്ണിലുണ്ണി എല്ലാം ആണ്, അറിയപ്പെടുന്ന ഒരാൾ എല്ലാം ആണ്. പക്ഷെ നമ്മൾ നോക്കി, നമ്മൾ കാണാത്തൊരു വ്യക്തിയെ കുറിച്ച് മറ്റാരോ പറയുന്ന കേട്ട് അങ്ങനെ തന്നെ കേട്ട് അപ്പുറത്തേക്ക് കൊടുത്ത് നമ്മൾ അവിടെ പാപം ചെയ്യല്ലേ? ഹല്ലേലൂയ. എന്നാൽ ഈ മനുഷ്യർക്ക് കൊടുത്ത അധികാരം എന്ന് ഈ പുരുഷാരം പറയുന്ന ദൈവപുത്രനാകുന്ന യേശുക്രിസ്തു ചെയ്തതോ അതൊരു അധികാരത്തിലാണ് ചെയ്തത്. മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ അത് ചെയ്തതാരാ? ദൈവമാണ്. ശാസ്ത്രിമാർക്ക് തിരിയാത്തത് പുരുഷാരത്തിന് തിരിഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. വിധിക്കരുത്, വേണ്ടാത്തത് നിരൂപിക്കരുത്. ഒന്നുകിൽ ഡയറക്ട്ലി ചോദിച്ച് മനസ്സിലാക്കി, കണ്ട് ബോധ്യപ്പെട്ട് അഭിപ്രായം പറയുക. ആരേലും പറയുന്നത് കേട്ട് വെറുതെ അപ്പുറത്ത് പറഞ്ഞ് മറ്റുള്ള ശത്രുത മേടിച്ചു വെക്കരുത്. ദൈവത്തിൽ നിന്ന് ദോഷം നമ്മൾ വാങ്ങരുത്. ഇത് ദൈവ മക്കൾ ഇന്ന് ഈ തിരുവെഴുത്ത് കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. ആരെയും വിധിക്കാൻ പോണ്ട. നമ്മൾ ഈ പറയുന്ന, നമ്മൾ കുറച്ച് ലിസ്റ്റ് എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് പാപം. ദൈവത്തിന്റെ വചനം പഠിച്ചാൽ വാ തുറക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് നമ്മൾ തീരുമാനിക്കും. വാ തുറക്കാതിരിക്കുന്നതാണ് പാപം ചെയ്യാതിരിക്കാൻ ഏറ്റവും എളുപ്പം നമ്മൾ തീരുമാനിക്കും. കാരണം കൂട്ടുകാരനെ നിസാര എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുന്നു എന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. കൂട്ടുകാരനെ നിസാര എന്ന് വിളിച്ചാൽ അത് പാപത്തിന്റെ പട്ടികയിൽ പെടും. ഹല്ലേലൂയ. ഇപ്പൊ നമ്മുടെ ദൈവം എത്ര സെൻസിറ്റീവ് ആയിട്ടാണ് കാര്യങ്ങളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് വേറെയില്ല. നമ്മുടെ എനർജി വേസ്റ്റ് ആകത്തില്ലല്ലോ. ഒരു വ്യക്തിയെ കുറിച്ച് കുറ്റം പറഞ്ഞില്ലെങ്കിൽ എനർജി വേസ്റ്റ് ആകത്തില്ലല്ലോ. നിങ്ങൾ ആ എനർജി പ്രാർത്ഥിക്കാൻ യൂസ് ചെയ്തോളൂ. മറ്റത് കുറ്റമൊക്കെ പറഞ്ഞ് ഇവിടെ ആകെ ഹാന്ന് പറഞ്ഞ് നമ്മൾ മല ചുമന്നതുപോലെ വന്നിറങ്ങിയിട്ട് 2 സ്തോത്രം പറയുമ്പോഴത്തേക്ക് ഇതാ കിടക്കുന്ന വായിൽ. കാരണം എനർജിയൊക്കെ കുറ്റം പറഞ്ഞ് തീർന്നു പോയില്ലേ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. പരാതി പറയുന്നത് നമുക്ക് അവസാനിപ്പിക്കാം. ബാങ്കിൽ പോയപ്പോ ഭയങ്കര ക്യൂ ആയിരുന്നു. ബാങ്കിൽ മുമ്പിൽ നിൽക്കുന്നവർക്കും അവർക്കും ട്രാൻസാക്ഷൻ നടത്തണ്ടേ. പാല് മേടിക്കാൻ പോയപ്പോ ഭയങ്കര ആളായിരുന്നു. മാർജിൻ ഫ്രീയിൽ പോയപ്പോ അല്ലെങ്കിൽ പർച്ചേസിങ്ങിന് പോയപ്പോ ഭയങ്കര ക്യൂ ആയിരുന്നു. ഇനി മേലെ അവിടെ പോകത്തില്ല. അങ്ങനെ നമ്മളെന്തിനാ പരാതി പറയുന്നത്? മുമ്പിൽ നിൽക്കുന്നവർക്കും സാധനം മേടിക്കണ്ടേ. ബസ് എന്തൊരു തെള്ള ബസ്. ഒരു വണ്ടി എടുക്കാൻ പറ്റിയായിരുന്നു. തന്റെ മുമ്പിൽ നിൽക്കുന്നവർക്ക് യാത്ര ചെയ്യണ്ടേ. നമ്മൾ ഉള്ളിൽ ഗ്രഹിക്കുന്നത്, നിരൂപിക്കുന്നത്, അത് ദോഷമെന്ന് അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഉള്ളിൽ ഗ്രഹിക്കുന്നത് മിനിസ്റ്ററെ മാത്രമല്ലല്ലോ, നമ്മൾ വിധിക്കുന്നത് മിനിസ്റ്റേഴ്സിനെ മാത്രമല്ലല്ലോ, പലതും. ഞാനുൾപ്പെടെ നമ്മൾ വളരെ തിരക്കിട്ട് പോകുമ്പോൾ മുമ്പിൽ ക്യൂ നിൽക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ അസ്വസ്ഥപ്പെടാറുണ്ട്. പെട്ടെന്ന് അവിടെ എത്തേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അതിന്റെ പിന്നിൽ പല തെറ്റ് നമ്മുടെ ഭാഗത്തുണ്ടാവും. നമ്മളൊരു 15 മിനിറ്റ് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ആ പ്രശ്നം ഉണ്ടാവൂല. ക്യൂ, റഷ്, ബ്ലോക്ക്, ട്രാഫിക് ബ്ലോക്ക്, വാഹന തടസ്സം, ഡൈവേർഷൻ എടുക്കേണ്ട അവസ്ഥകൾ ഒക്കെ ഉണ്ടാവും. ഒരു 15 മിനിറ്റ് നേരത്തെ ഇറങ്ങിയാൽ ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാം. പക്ഷെ നമ്മൾ ഉള്ളിൽ ഗ്രഹിക്കാം, ആ ഫ്രണ്ടിൽ നിൽക്കുന്ന വേണ്ടി ചവിട്ടി അങ്ങ് തള്ളിയായിരുന്നെങ്കിൽ. അയാൾ മൂവ് ചെയ്യുന്നുമില്ല, എടുക്കുന്നില്ല. മുമ്പിൽ നിൽക്കുന്നവൻ അവന്റെ മുമ്പിൽ നിൽക്കുന്ന വണ്ടി പോയാലല്ലേ പോകാൻ പറ്റൂ. നീ എന്തിനാ നിന്റെ ഉള്ളത്തിൽ മുമ്പിൽ നിൽക്കുന്നവനെതിരെ ദോഷം നിരൂപിക്കുന്നത്? ഹല്ലേലൂയ. അയാൾ ഫ്രണ്ടിൽ വണ്ടി പോയിട്ട് ചുമ്മാ അവിടെ ഇട്ടിരുന്ന് ഉറങ്ങുവാന്നോ? അല്ലല്ലോ. നീ എന്തിനുള്ളിൽ ദോഷം നിരൂപിക്കുന്നു? ഇത് യേശു ചോദിച്ച ചോദ്യം. നീ എന്തിനുള്ളിൽ ദോഷം നിരൂപിക്കുന്നു? നമ്മൾ സെയിൻറ്റ്സ് അല്ല. നമ്മൾ ആരും സെയിന്റ് അല്ല. ആരുമല്ല. ഞാനും അല്ല, നിങ്ങളും അല്ല, ആരുമല്ല. പക്ഷേ ഞാൻ എന്തിനീ വചനം പറയുന്നു എന്ന് ചോദിച്ചാൽ
നമ്മൾ സെയിന്റ് അല്ലെന്ന് അറിയുന്നൊരു കർത്താവ് തന്നെ ഇത് പഠിപ്പിച്ച് എന്തിന് നീ ചെയ്യുന്നു? മക്കളെ, ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ, ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ മനുഷ്യന്റെ ഉള്ളം ശുദ്ധമായിരിക്കണം. തെറ്റുകുറ്റങ്ങൾ പറ്റുന്നത് കൊണ്ട് തന്നെയാണ് വചനത്തിനകത്ത് തെറ്റിനെ തെറ്റെന്നും കുറ്റത്തെ കുറ്റമെന്നും പാപത്തെ പാപമെന്നും ദോഷത്തെ ദോഷമെന്നും പഠിപ്പിക്കുന്നത്. നോക്കി തിരുത്താൻ തന്നെ എഴുതി വെച്ചേക്കുന്നേ. അല്ലാതെ വിശുദ്ധന്മാരെ ജനിപ്പിച്ചിട്ട ഭൂമി അല്ല ഇത്. പാപത്തോടെ തന്നെ പിറന്ന മക്കളാ നമ്മളെല്ലാവരും. പാപത്തിനകത്ത് ജീവിച്ചവരാ. അതിൻ്റെ അകത്തൊരു തിരിച്ചറിവ് പ്രാപിക്കാൻ വിശുദ്ധ ലിഖിതങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് എഴുതിയിട്ടിരിക്കുന്നത് എനിക്കും നിങ്ങൾക്കും തന്നെ. നിങ്ങളെ പഠിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ വിശുദ്ധനുമാകുന്നില്ല, ഇത് പാലിക്കാത്തത് കൊണ്ട് ഞാൻ അശുദ്ധനാകുന്നതേ ഉള്ളൂ. ഇപ്പൊ കാര്യം പിടികിട്ടി കാണുമല്ലോ. ഇത് പാലിക്കാത്തത് കൊണ്ട് ഞാൻ അശുദ്ധനാകുന്നതേ ഉള്ളൂ, ഇത് നിങ്ങളെ പഠിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ വിശുദ്ധനാകുന്നതുമില്ല. എന്നാൽ വിശുദ്ധിയെ തികയ്ക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തികയ്ക്കുക, വിശുദ്ധിയെ തികയ്ക്കുക. ഹല്ലേലൂയ. ഓരോ ദിവസം വിശുദ്ധ വചനം വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം ജീവിതത്തിലുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളെ ദൈവം നമുക്ക് വെളിപ്പെടുത്തും. മക്കളെ, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുക എന്ന് പറയുമ്പോഴേ നമ്മളെല്ലാം ടൈറ്റിൽ വായിക്കും, ആകെ ഇപ്പൊ ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അതുപോലെ നിങ്ങൾ അനുസരിച്ചാൽ, ഞാനല്ല കേട്ടോ, കർത്താവ് പറയുന്ന ഈ കാര്യങ്ങൾ അതുപോലെ നിങ്ങൾ അനുസരിച്ച് നടക്കും. ദൈവപ്രവൃത്തി വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വിചാരിക്കും എൻ്റെ ജീവിതത്തിന്റെ ഈ ബ്ലോക്ക് യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ, ഭും പൊട്ടി. ഇതാണ് ദൈവപ്രവൃത്തിയായി നമ്മളെല്ലാവരും കരുതിയേക്കുന്നത്. ദൈവമക്കളെ, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി നിങ്ങൾക്ക് എൻ്റെ വീട്ടിലേക്ക് വരണമെങ്കിൽ പേയാട് വഴിയും വരാം, പുളിയറക്കോണം വഴിയും വരാം. പേയാട് നിന്ന് ഇങ്ങോട്ടും പുളിയറക്കോണത്ത് നിന്ന് ഇങ്ങോട്ടുമുള്ള റോഡ് ഞാൻ തുറന്നിട്ടിരിക്കുന്നു. എന്നാൽ പേയാട് വരെയും പുളിയറക്കോണം വരെയും ഉള്ള റോഡ് ഞാൻ ബന്ധിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വരാൻ പറ്റുമോ? പറ്റത്തില്ല. എന്താ? തുറന്നു കിടക്കുമല്ലേ. പക്ഷെ പേയാട് നിന്ന് എൻ്റെ വീട് വരെയും പുളിയറക്കോണത്ത് നിന്ന് എൻ്റെ വീട് വരെയും തുറന്നു കിടക്കുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന നിങ്ങൾക്ക് പേയാട് താണ്ടാനുള്ള വഴി അടച്ചിട്ടിരിക്കുന്നു. ബന്ധനം പിടികിട്ടി കാണുമല്ലോ. ബന്ധനം കിടക്കുന്നത് അങ്ങാടോ? പാസ് ചെയ്ത് വരേണ്ടടുത്തൊരു ബന്ധനം കിടക്കുക, ഇപ്പുറത്തും അതുപോലെ തന്നെ ബന്ധിച്ച് വെച്ചേക്കുക. ശേഷമുള്ളിടം ഞാൻ തുറന്നിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വീട് താണ്ടാൻ പറ്റുമോ? നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വരാൻ പറ്റുമോ? പറ്റൂല. ഇതാണ് കാര്യം. ദൈവപ്രവൃത്തി യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ, ഭും പൊട്ടി. ഇത് പൊട്ടേണ്ടത് നമ്മുടെ ബുദ്ധിക്കകത്ത. ഈ ബന്ധനമൊക്കെ നമ്മുടെ ബുദ്ധിക്കകത്ത. അടച്ചു വെച്ചിരിക്കുന്ന തടസ്സങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്തും കിടപ്പുണ്ട്. ഈ ബന്ധനം എന്ന് പറയുന്നത് ഇവിടെയൊക്കെ കിടപ്പുണ്ട്. നിങ്ങളുള്ളിൽ ദോഷം നിരൂപിക്കുന്ന എന്ത്? ഈ ദോഷം നിരൂപിക്കുന്നവന്റെ കിടക്ക ഇന്ന് വരെ മാറിയിട്ടുണ്ടാകത്തില്ല. പക്ഷെ വിശ്വസിച്ചവന്റെ കിടക്ക എടുത്തുകൊണ്ട് അവൻ വീട് പറ്റി. കാര്യം പിടികിട്ടി കാണുമല്ലോ. വിശ്വസിച്ചവന്റെ കിടക്ക എടുത്തുകൊണ്ട് പക്ഷപാതക്കാരൻ വീട് പറ്റി. പക്ഷെ വിധിക്കാൻ നിന്നവരുടെ കിടക്ക ഇന്നും മാറിയിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമ്മൾ മീറ്റിങ്ങിനൊന്നും പോകാത്തതുകൊണ്ടല്ല, നമ്മൾ പ്രാർത്ഥിക്കാത്തതുകൊണ്ടല്ല, പക്ഷെ നമ്മൾ പല കാര്യങ്ങൾക്കകത്തും ശ്രദ്ധ ചെലുത്താത്തത് കൊണ്ടാണ് ജീവിതത്തിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ളത്. ഞാൻ ഈ തിരുവഴുത്തൊക്കെ വായിക്കുന്ന സമയം ഞാൻ ആദ്യം ഇത് എന്നിലേക്കാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഏത് വചനം എടുത്താലും ഞാൻ ആദ്യം എന്നിലേക്ക് ഇൻസ്റ്റാൾ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കാരണം എനിക്കും പ്യൂരിഫിക്കേഷൻ ആവശ്യമാണ്. ഈ ഭൂമിയിൽ വിശുദ്ധിയോടെ വചനം സംസാരിച്ചിട്ടുള്ള, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്, സംസാരിച്ചിട്ടുള്ള ഒരൊറ്റ വ്യക്തിത്വമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ പാപത്തിലല്ല ഈ ഭൂമി വന്നത്, പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതമായി ആ ഒരു ലെവൽ ഓഫ്, ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആയിരുന്നു കർത്താവിന്. കർത്താവ് കൊടുത്ത വേർഡും അതുപോലെയായിരുന്നു ആ വേർഡ്. ഹല്ലേലൂയ. വിശുദ്ധിയോടെ ജീവിച്ച് വിശുദ്ധി പ്രസംഗിച്ച ഒരൊറ്റ വ്യക്തിയെ ഞാൻ വിശുദ്ധ ബൈബിളിൽ കണ്ടിട്ട്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞാൻ എല്ലാ വിശുദ്ധന്മാരെയും ബഹുമാനിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് മാതൃകയാക്കാനേ പൗലോസും പഠിപ്പിച്ചിട്ടുള്ളൂ. അതെന്താന്ന് ചോദിച്ചാൽ, അവർ കർത്താവിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് അത്രയും വലിയൊരു ഗ്ലോറിയാണ്. ആ ഒരു വിശുദ്ധിയുടെ ഗ്ലോറിയാണ് കർത്താവിൽ കണ്ടത്. അതാ പൗലോസ് പറയുന്നത്, നിങ്ങൾ അവരെ മാതൃകയാക്കിയാൽ മതി, കർത്താവിനെ മാതൃകയാക്കിയാൽ മതി. മനുഷ്യർക്ക് ഇങ്ങനെയുള്ള
പുരുഷാരം അത് കണ്ട് ഭയപ്പെട്ട് മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവമക്കളെ, ദൈവമഹത്വത്തിന് യോഗ്യനാണ്, മഹത്വത്തിന് അർഹനാണ്. ഈ മത്തായി എഴുതിയ സുവിശേഷം തന്നെ 15:31 നിങ്ങളൊന്ന് വായിച്ചേ. 15-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം. ഊമർ സംസാരിക്കുന്നതും കൂനർ സൗഖ്യമാകുന്നതും മുടന്തർ നടക്കുന്നതും കുരുടർ കാണുന്നതും പുരുഷാരം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു, ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. ജനം വിടുതലുകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. ജനം അടയാളങ്ങൾക്ക് വേണ്ടി കൊതിക്കുന്നവരാണ്. ജനം അവരുടെ വിശ്വാസം അടയാളങ്ങൾക്കകത്തും അത്ഭുതങ്ങൾക്കകത്തും ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലാ സമയത്തും കർത്താവ് അത് ചെയ്യത്തില്ലെങ്കിലും അത്യാവശ്യ സമയങ്ങളിൽ ദൈവം ചെയ്യാതിരിക്കുന്നുമില്ല. എല്ലാവരെയും അത്ഭുതം കാണിച്ചല്ല കർത്താവിലേക്ക് ആകർഷിക്കുന്നത്, എല്ലാവരെയും അടയാളം കാണിച്ചല്ല ദൈവം വിശ്വസിപ്പിക്കുന്നത്. എന്നാൽ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കേണ്ടടുത്ത് പ്രവർത്തിക്കാതിരിക്കുന്നുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ യേശു അവിടെ നിന്ന് യാത്രയായി ഗലീല കടലിനരികെ ചെന്നു മലയിൽ കയറി അവിടെ ഇരുന്നു. വളരെ പുരുഷാരം, മുടന്തർ, കുരുടർ, ഊമർ, കൂനർ മുതലായ പലരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവന്റെ കാൽക്കൽ വെച്ചു. അവിടെ നിൽക്കണേ, നമ്മളിതൊക്കെ കേട്ട് മടുത്തു എന്ന് പറയും. പക്ഷെ വചനം അതിനകത്ത് മർമ്മം കിടപ്പുണ്ടേ. അവന്റെ കാൽക്കൽ വെച്ചു എന്ന് പറയുമ്പോ ഇവിടെ പലരുടെയും മുമ്പിൽ കൊണ്ട് ഇട്ടുകൊടുത്ത കേസാണ്, പലരുടെയും കയ്യിൽ കൊടുത്ത കേസാണ്, പലരുടെയും ഓർമ്മയിൽ കൊടുത്ത കേസാണ്. പക്ഷെ ഒന്നും മാറ്റം വന്നിട്ടില്ല. ഇവിടെ ഇനി വെക്കാൻ ഒരു സ്ഥലമേ ഉള്ളൂ, കാൽക്കൽ. അതിന് ഏറ്റവും ഉത്തമമായ പാദപീഠം കർത്താവിന്റെ കാലം. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഒത്തിരി പേരുടെ കൈ കൊടുത്തു പ്രാർത്ഥിക്കാൻ, ഒത്തിരി പേരുടെ ഓർമ്മയിൽ കൊടുത്തു പ്രാർത്ഥിക്കണേ പ്ലീസ്. കൊടുത്തു. അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, ഇല്ലായിരിക്കാം, അറിഞ്ഞുകൂടാ. ഒത്തിരി പേരുടെ ശ്രദ്ധയിൽ കൊടുത്തു, ഒത്തിരി പേരുടെ ഗ്രൂപ്പിൽ കൊടുത്തു. പക്ഷെ ഇനി വെക്കാൻ ഒരു സ്ഥലമേ ഉള്ളൂ, കാൽക്കൽ. ആ കാൽക്കൽ വെക്കാൻ പറ്റിയ ഒരു സ്ഥലം കർത്താവിന്റെ സന്നിധി. ദൈവമക്കളെ, ഞാനൊരു ആത്മാവിലൊരു ദൂതാണ് ഈ കൈമാറുന്നത്. നിങ്ങൾ ഒത്തിരി രീതിയിൽ, ഒത്തിരി സ്ട്രാറ്റജീസ് പല വിടുതലുകൾക്ക് വേണ്ടി നിങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇത് നിങ്ങൾ ചെയ്തോ? അവന്റെ പാദപീഠത്തിലേക്ക് അവന്റെ കാൽക്കൽ സമർപ്പിച്ചിട്ട് നിങ്ങൾ ഇതുവരെ മാറി നിന്നിട്ടുണ്ടോ? അവന്റെ കാൽക്കൽ സമർപ്പിച്ച് മാറി നിന്ന് ആ വിഷയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നൊന്ന് പറഞ്ഞ്, വായി കൊണ്ട് പറഞ്ഞ്, കർത്താവേ നിന്റെ കാൽക്കൽ ഞാൻ ഈ വിഷയം ഏൽപ്പിക്കുക. കാര്യം എന്താണെന്നറിയാമോ? ഈ വിഷയം മുടന്ത, നടക്കത്തില്ല. ഈ വിഷയം കുരുട, കാണാനൊക്കത്തില്ല. ഈ വിഷയം ബധിരന, കേൾക്കാനും ഒക്കെ തോന്നുന്നില്ല. പിന്നെന്താ? ഈ വിഷയം കൂന, ശരിയാവുന്നു തോന്നുന്നില്ല. അങ്ങനെയുള്ള വിഷയങ്ങളാണിത്. അല്ലേ? നമ്മുടെ വിഷയം ചിലപ്പം മുടന്തുള്ള വിഷയമായിരിക്കും, നടക്കുമെന്ന് തോന്നുന്നില്ല. കൂനായിരിക്കും, നിക്കോ എനിക്ക് അറിയത്തില്ല, ഇത് നിലനിൽക്കോന്ന് അറിയത്തില്ല. കുരുടായിരിക്കും, ഇനി അതിന്റെ വിടുതൽ കാണാൻ പറ്റുമോ അറിഞ്ഞുകൂടാ. കേൾക്കത്തില്ലായിരിക്കും, ഒരു നല്ല വാർത്ത കേൾക്കാൻ പറ്റുമോ അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം, വെക്കുന്ന പാദത്തിൽ ജീവനുണ്ട്. അവന്റെ കരങ്ങളിലൂടെ മാത്രമല്ല ജീവൻ ചലിക്കുന്നേ, വാക്കുകളിലൂടെ മാത്രമല്ല ജീവൻ ചലിക്കുന്നേ, കണ്ണുകളിലൂടെ മാത്രമല്ല ജീവൻ ചലിക്കുന്നേ, അവന്റെ പാദപീഠത്തിലും. അതുകൊണ്ടാ പറയുന്നത് യോഹന്നാൻ, ഉലയിൽ ചുട്ടു പഴിപ്പിച്ച കാല് തൊട്ടാൽ അറിയാൻ ജീവനുണ്ടോന്ന്. ആ പാദം എന്റെ ഭവനത്തിൽ ഇന്ന് രാത്രി പതിയട്ടെ. നമ്മൾ കർത്താവിന്റെ കയ്യെ കുറിച്ച് കേട്ടിട്ടുണ്ട്, കണ്ണിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ശബ്ദത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ പാദം അതിന്റെ അകത്തുണ്ടൊരു മർമ്മം. ആ കാല് കുത്തിയാ നിനക്ക് വിടുതല.
ഗ്ലോറി ഗ്ലോറി. ഓ മൈ ഗോഡ്, എനിക്ക് അസാധാരണമായ ദൈവസാന്നിധ്യം ഞാൻ ഇവിടെ അനുഭവിക്കുന്നു. കാൽക്കൽ വെച്ചു. മോളെ, കാൽക്കൽ വെച്ചിട്ട് പിന്നെ നമ്മൾ വേറെ പ്രവാചകന്മാരെ തപ്പിപ്പോകണ പോലെ പിന്നെ വേറെ തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. ഇവിടെ വെച്ചാൽ ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര എഗെയിൻസ്റ്റ് ആണ് കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എനിക്കറിയാം അങ്ങനെയുള്ളവരെ, ഒരിടത്തുനിന്ന് കേൾക്കുന്നത് കറക്റ്റ് ആണോ എന്നറിയാൻ അടുത്തടുത്ത്, ഇതിനേക്കാൾ കൂടിയത് പറയുമെന്ന് കേൾക്കാൻ അടുത്തടുത്ത്, അയാളുടെ നിന്ന് വല്ലതും കിട്ടുമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ നമ്പർ മേടിച്ച് അപ്പുറത്തേക്ക്. നിങ്ങൾ ദൈവത്തെയാണ് പരീക്ഷിക്കുന്നത്. അയാളെ പ്രവചനവും പ്രവചനാഭിഷേകവും ശരിയാണോ എന്നല്ല, നിങ്ങൾ പരിശോധിക്കുന്നതും പരീക്ഷിക്കുന്നതും ദൈവത്തെയാണ്. സ്റ്റോപ്പ് ഇറ്റ്. ഇതൊരു പാപമല്ല കേട്ടോ, മഹാപാപമാണത്, മഹാപാപമാണ്. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ടു ജീസസ്. അതൊരു പാപമല്ല, മഹാപാപമാണ്. വചനത്തിനാണ് മാറ്റമില്ലാത്ത. നിങ്ങൾ അതിനകത്തേക്ക് സൂക്ഷിച്ചു നോക്ക്, ദൈവം സംസാരിക്കും. ഗ്ലോറി ടു ജീസസ്. കാൽക്കൽ വെച്ചു, തിരിഞ്ഞു നോക്കേണ്ടി വരികയല്ല. വെച്ച പാദം കറക്റ്റ് ആണെങ്കിൽ ഏൽപ്പിച്ച. പിന്നെ വേറൊരു കൂട്ടരുണ്ട് കേട്ടോ, ഇതെല്ലാം കൂടെ കൊണ്ട് പാസ്റ്റർ തലയിലങ്ങ് ഇട്ടിട്ട് അവരങ്ങ് പോകും. അവരവിടെ ഇവിടെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ നടക്കും. പാസ്റ്റർ പ്രാർത്ഥിച്ചോണം, ഇടയ്ക്കിടയ്ക്ക് റിമൈൻഡ് ചെയ്യും. ശക്തമായി പ്രാർത്ഥിക്കണം, റിമൈൻഡ് ചെയ്യും. എന്നിട്ട് അവരൊരു സ്തോത്രം. അങ്ങനെയും ഉണ്ട് കുറെ ആൾക്കാർ. ഇതെല്ലാം ക്രിസ്തുവിനെ അറിഞ്ഞവരാണെന്നുള്ളതാണ്. പക്ഷേ വേറെ ചിലരുണ്ട്, ദൈവസ്നേഹം അറിഞ്ഞു വന്ന ചില നമ്മളെ ഏൽപ്പിച്ചാലും അവരും ആ വിഷയത്തിന് വേണ്ടിയിരിക്കും. ഇതെല്ലാം കൂടെ കൊണ്ട് ഇട്ടുകൊടുത്തിട്ട് ഓടുന്നവരും ഉണ്ട്. അവർ സമയം പോലെയും സൗകര്യം അനുസരിച്ചും ഒക്കെ പ്രസന്റ് ആവും. പക്ഷേ ആ വിഷയത്തിന്റെ അകത്തൊരു ഡെലിവറൻസിന് ഉത്തരവാദിത്വം മുഴുവനും പാസ്റ്ററിനാണ്. പ്രാർത്ഥിച്ചോണം. വിടുതലായ അറിയിക്കത്തൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും അടുത്തൊരു വിഷയം നടന്നാലേ ഉള്ളൂ ഇനി പാസ്റ്റർ ആ വിഷയത്തിന്റെ മറുപടി കിട്ടിയാൽ അതറിയിക്കത്തില്ല. അത് അന്ന് പ്രാർത്ഥിച്ച് നടന്നായിരുന്നു. പുതിയൊരു വിഷയമായിട്ടാണ് കാര്യം. നമ്മുടെ അകത്ത് ഒരുപാട് നമ്മളൊന്ന് ലൊക്കേഷനിൽ വരാനുണ്ട്, അറേഞ്ച്മെന്റ് ആകാനുണ്ടെന്നേ. നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരുപാട് അറേഞ്ച്മെന്റ് ആകാനുണ്ട്. സ്തോത്രം. നമ്മുടെ വിടുതലിന്റെ തടസ്സം ഇതാ ഞാൻ പറഞ്ഞേ, പേയാടും പുളിയറക്കോണം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് എന്റെ വീട്ടിലേക്ക് വരൂ എന്ന് പറയുന്ന പോലെ ആയി പോവും. പകുതി വഴി തുറന്നിട്ടിരിക്കുക, പക്ഷെ മെയിൻ എൻട്രൻസ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് വീട്ടിൽ അതിഥിയെ കാത്തിരിക്കുന്ന ഒരു മനുഷ്യനെ പോലെ ആയിപ്പോവും ഞാൻ. മെയിൻ എൻട്രൻസ് ക്ലോസ് ചെയ്തിട്ട് ഇടവഴി തുറന്നിട്ടിട്ട് വീട്ടിൽ അതിഥിയെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയെ പോലെ ആയിപ്പോവും. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ ഒരു വിഷയം ഏൽപ്പിച്ചോ, ഡെലിവറൻസ് നടന്നോ, റിപ്പോർട്ട് ചെയ്യണം. ഹല്ലേലൂയ. ഇവിടെ കാൽക്കൽ വെച്ചിട്ട് ഒരാൾ അയല മേടിക്കാൻ പോയില്ല, ഒരാൾ ഫ്രൂട്ട്സ് മേടിക്കാൻ പോയില്ല, ഒരാൾ വീട് പണിയാനും പോയില്ല. കാൽക്കൽ വെച്ചിട്ട് മാറിയിരുന്നു. എന്തിനാ? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാരണം ഇവിടുന്ന് ഞാൻ കൊണ്ടുവച്ചതിനെ ജീവനോടെ കൊണ്ടുപോകുള്ളൂ എന്ന് വിശ്വാസത്തോടെ. കാൽക്കൽ വെച്ചിട്ട് ഒരാൾ മാർക്കറ്റിൽ പോയില്ല, ഒരാൾ വസ്തു നോക്കാൻ പോയില്ല, ഒരാൾ പെണ്ണന്വേഷിക്കാൻ പോയില്ല, ഒരാൾ മീൻകറി വെക്കാനും പോയില്ല. കാൽക്കൽ വെച്ചിട്ട് മാറിയിരുന്നു. ഇല്ലേ? കർത്താവിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഈ ഇടത് വശത്ത് കൊണ്ട് വെച്ചിട്ട് പോയ ആൾ ഇവിടെ ഉണ്ടായിരുന്നോ? ആ കഴിഞ്ഞ ആഴ്ച കൊണ്ട് വെച്ചതാ കർത്താവെ. പുള്ളിക്കാരി എന്തോ തിരക്കാണെന്നാ തോന്നുന്നത്, കാണാനില്ല. കർത്താവിന്റെ കാര്യം കഷ്ടമായി പോയാൽ. കാരണം ആഴ്ചയിൽ ഒരിക്കലാണ് റിപ്പോർട്ടിങ്, ചിലപ്പോൾ 2 ആഴ്ചയിൽ ഒരിക്കലായിരിക്കും റിപ്പോർട്ടിങ്. കാരണം കഴിഞ്ഞ ആഴ്ച കൊണ്ട് വെച്ചതാ, എടുത്തോണ്ട് പോയില്ല. വിഷയത്തിന് വിടുതൽ എടുത്തോണ്ട് പോകാൻ ആളില്ല. കാരണം ബിസിയാണ്. എല്ലാവർക്കും ഉണ്ട് ബിസി. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഈ പണിയില്ലാത്തവരല്ല പ്രസംഗിക്കുന്നത്, 100,000 പണിയാണ്. പണിയില്ലാത്തവരല്ല ദൈവത്തെ വിളിക്കുന്നത്. ഹല്ലേലൂയ. കാൽക്കൽ വെച്ചിട്ട് മാറിയിരുന്നു. അവന്റെ കാൽക്കൽ വെച്ചു എന്നാ പറയുന്നേ. വെച്ചവൻ അവിടെ ഉണ്ടാവണം കേട്ടോ. കാൽക്കൽ വെച്ചിട്ട്
പ്രാർത്ഥിച്ചോണേ, ചെയ്തോണേ. വിഷയത്തിന് വിടുതലായിട്ട് കർത്താവ് കിടന്ന് വിളിക്കണോ, വാടോ എടുത്തോണ്ട് പോടോ, അടുത്ത ആൾ കൊണ്ട് വെക്കട്ടോ, വിടുതലായടോ. പക്ഷെ കേൾക്കാൻ ആളില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഇനി ആള് കർത്താവിന്റെ കാൽക്കൽ വരണമെങ്കിൽ അടുത്ത ഒരു മുടന്തുള്ള വിഷയം വരണം. ദൈവത്തിന് സ്തോത്രം. ആ കാൽക്കൽ വെച്ച് താഴേക്ക് നോക്കിയതേ ഇവിടെ വരെ വന്നു. ഈ 30-ാമത്തെ വാക്യം വരെ കാൽക്കൽ വെച്ചു, അവൻ അവരെ സൗഖ്യമാക്കി. 31-ാമത്തെ വാക്യം, ഊമർ സംസാരിക്കുന്നു, കൂനർ സൗഖ്യമാകുന്നതും, മുടന്തർ നടക്കുന്നതും, കുരുടർ കാണുന്നതും, പുരുഷാരം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു, ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. 30-ാമത്തെ വാക്യത്തിൽ വെച്ചത് 31-ാമത്തെ വാക്യത്തിൽ ജീവൻ പ്രാപിച്ചു. ഹല്ലേലൂയ. 30-ാമത്തെ വാക്യത്തിൽ വെച്ചത് 31-ാമത്തെ വാക്യത്തിൽ ജീവൻ പ്രാപിച്ചു. ഹല്ലേലൂയ. ഒരു വാക്യത്തിന്റെ ഡിസ്റ്റൻസ്. നിങ്ങളുടെ വിടുതലും അങ്ങനെ തന്നെ, നിങ്ങളുടെ വിടുതലും അങ്ങനെ തന്നെ. ഈ 2024 നീ പ്രവേശിക്കുമ്പോൾ 2023 വരെയും നീ ദൈവത്തിന്റെ പാദപീഠത്തിൽ വെച്ച ചിലത് ജീവൻ പ്രാപിക്കാൻ പോകുകയാണ്. 2023 വരെയും ദൈവത്തിന്റെ കാൽക്കൽ വെച്ചത് ജീവൻ പ്രാപിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് പ്രതികരിച്ചു തുടങ്ങി. ആമേൻ. യേശുവിന്റെ നാമത്തിൽ 2024 പ്രവേശിക്കുമ്പോൾ 2023 വരെയും ദൈവത്തിന്റെ പാദപീഠത്തിൽ വെച്ച ചിലതിന് ഇത് പ്രതികരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് പ്രതികരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ കാൽക്കൽ വെച്ചല്ലോ, ചില വർഷങ്ങൾ കൊണ്ട് കാൽക്കൽ വെച്ചല്ലോ, ചില മാസങ്ങൾ കൊണ്ട് കാൽക്കൽ വെച്ചല്ലോ, അത് സൗഖ്യമാകുന്നതും വിടുതലാകുന്നതും കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സ്വർഗം ഇതിനകത്ത് ഒരവസരം നൽകുമെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ മാത്രം പ്രതികരിക്കട്ടെ. പറഞ്ഞ കർത്താവേ, മനുഷ്യരുടെ കൈകളിൽ നിന്ന്, മനുഷ്യരുടെ ശ്രദ്ധയിൽ നിന്ന് ഞാൻ അതെടുത്ത് കർത്താവിന്റെ പാദപീഠത്തിലേക്ക് വെക്കുകയാണെന്ന് പറയാൻ കഴിയുന്നവർ മാത്രം, പറയാൻ കഴിയുന്നവർ മാത്രം. അവന്റെ പാദപീഠത്തിലുള്ള ഒരു ജീവൻ, അവന്റെ പാദപീഠത്തിലുള്ള ഒരു ജീവൻ, അവന്റെ പാദപീഠത്തിലുള്ള ഒരു ജീവൻ. അവന്റെ പാദപീഠത്തിലുള്ള ഒരു ജീവൻ. അവന്റെ പാദപീഠത്തിലുള്ള ജീവൻ, അവന്റെ കാൽക്കൽ വ്യാപരിക്കുന്ന ജീവൻ, ചൂട്. പ്രാർത്ഥിക്ക. ജീവൻ, ആ ജീവൻ, ആ ജീവൻ നിന്റെ ഭവനത്തിലേക്ക് ചലിച്ചു തുടങ്ങട്ടെ. ആ ജീവൻ നിങ്ങളുടെ ജീവിതത്തിൽ ചലിച്ചു തുടങ്ങട്ടെ. ആ വിടുതൽ നിങ്ങളുടെ മുടന്തുള്ള വിഷയങ്ങളുടെ മേൽ ചലിച്ചു തുടങ്ങട്ടെ. ആ ജീവൻ ഗ്ലോറി, 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 ഗ്ലോറി. പ്രാർത്ഥിക്ക. ആ ജീവൻ, ജീവൻ, ജീവൻ. Labrosi Kebragosh Laptorian Taral Breito Lakena Rab Holy Ghost Lanterian Budama Haseteria. പ്രാർത്ഥിച്ച് നിങ്ങളുടെ അധരങ്ങൾ ചലിപ്പിച്ചു തുടങ്ങാം. കർത്താവ് എന്തോ ഇതിനകത്ത് വലിയ രീതിയിൽ ചെയ്യുന്നു, വലിയ രീതിയിൽ ചെയ്യുന്നു, വലിയ നിലകളിൽ ചെയ്യുന്നു. പരിശുദ്ധാത്മാവെന്തോ ഇതിനകത്ത് ചെയ്യുന്നു. ഞാൻ ആത്മാവിൽ അത് തിരിച്ചറിയുന്നു, തിരിച്ചറിയുന്നു, തിരിച്ചറിയുന്നു. മുടന്തുള്ളത് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കൂനുള്ളത് യേശുവിന്റെ നാമത്തിൽ നിവരട്ടെ. കുരുട്ട് കണ്ണുകൾ, അന്ധത ബാധിച്ചത് യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ഹോ യെസ്, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, 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 ജീസസ്. ഷെറ്റേലെ മെഗാ ബാബാ ലഥേലെ മെഗാ ബാബോഷ്. ജയം, 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 ജയം. Heavenly deliverance in the mighty name of Jesus. Shalba kandala bagosia labroshi antaralaba. Oh Jesus. പിതാവേ, ഞാൻ ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. ഞങ്ങൾ കേട്ടതായി തിരുവെഴുത്തിനെ ഞങ്ങൾ ഇന്ന് സ്വീകരിക്കുകയാണ്.
കർത്താവേ, ഈ തിരുവെഴുത്ത് പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ. ഞങ്ങളൊരു ദൈവപ്രവൃത്തി കാണാൻ ആഗ്രഹിക്കുന്നു. ആ ദൈവപ്രവൃത്തിക്ക് തടസ്സമായി നിൽക്കുന്നതെല്ലാം യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറട്ടെ. ഓ, എല്ലാ ബ്ലോക്കും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകട്ടെ. വഴി തുറക്കാൻ തടസ്സമായി നിൽക്കുന്നത്, അന്തരീക്ഷ മണ്ഡലത്തിൽ വ്യാപിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറട്ടെ. A heavenly deliverance ഞങ്ങൾ റിസീവ് ചെയ്യുന്നു. ഇപ്പോൾ രോഗികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. ദൈവപ്രവൃത്തികൾ വെളിപ്പെടട്ടെ. ഇൻ ജീസസ് നെയിം, ആമേൻ, ആമേൻ, ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം മറ്റുള്ളവർ കൂടെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും രാവിലെ 6:30 വൈകുന്നേരം 6:30 നടക്കുന്ന ഞങ്ങളുടെ മീറ്റിംഗിൽ പങ്കെടുക്കുക. ഞങ്ങളുടെ പ്രെയർ ഹാളിൻ്റെ പണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കഴിയുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ മിനിസ്ട്രിയെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ വാട്സാപ്പിൽ നിങ്ങൾ അറിയിക്കുക. അത്യാവശ്യ കോൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കോൾ ചെയ്യുക. നിശ്ചയമായിട്ട് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ഒത്തിരി പുതിയ കാര്യങ്ങളും കൂടെ നമ്മുടെ ഈ മിനിസ്ട്രിയിൽ ആഡ് ഓൺ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് 2024 നമ്മൾ ആഗ്രഹിക്കുന്നു. കർത്താവ് സൗഖ്യദായകനാണ്, തീർച്ചയായിട്ടും കർത്താവ് സൗഖ്യദായകനാണ്. എന്നാൽ ഈ ലോകത്തിൽ ദൈവം തന്നെ വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ്, രോഗികൾക്കല്ലാതെ വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ 2024 മുതൽ നമ്മൾ മെഡിസിൻ വാങ്ങാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നവർക്ക്, അവരുടെ BP, ഷുഗർ, കൊളസ്ട്രോൾ പോലുള്ള കാര്യങ്ങൾ, ക്യാൻസർ പോലുള്ള ചില രോഗങ്ങൾക്ക് അവർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവർ, അതിന് മെഡിസിന് ഭീമമായ തുകയും മറ്റുമൊക്കെ ചെയ്യേണ്ടി വരുന്നവർക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ കൈത്താങ്ങ്, നമ്മുടെ ഒരു ചെറിയൊരു കൈത്താങ്ങ് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. എഫദ ഇൻ ജീസസ് മിനിസ്ട്രീസിൻ്റെ എല്ലാ പ്രേക്ഷകരോടും ഈ മിനിസ്ട്രിയെ സ്നേഹിക്കുകയും അതുപോലെ ഈ അതിലെ സന്ദേശങ്ങൾ കേൾക്കുകയും ഈ സന്ദേശങ്ങൾ അനുഗ്രഹമാകുകയും ചെയ്യുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങളും ഇതിൽ ഭാഗവാക്കാക്കുക. നമ്മൾ ശേഷം 2024 നമ്മൾ അങ്ങനെയും കൂടെ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യും. അങ്ങനെ മെഡിസിൻ വാങ്ങാൻ ബുദ്ധിമുട്ടുന്നവർ, ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അറിയിച്ചാൽ നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയൊരു സഹായം നമ്മൾ അതിന് ചെയ്യും. ഒപ്പം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥനയും ആ ട്രീറ്റ്മെൻറ്റും കൂടെ അവർ ഹീലാവും, ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങനെയും കൂടെ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നു. 2024 ദൈവം അനുവദിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ കാര്യം നമ്മൾ ചെയ്തിരിക്കും. മുമ്പോട്ട് പോകെ നമ്മൾ ഒത്തിരി വലിയ കാര്യങ്ങൾ ചെയ്യും. ഞാൻ 3 വർഷം മുമ്പേ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ഇതിനകത്തുകൂടെ ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനം വെച്ച് കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള വലിയ കാര്യങ്ങൾ ദൈവം നമ്മളിലൂടെ ചെയ്യും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം കർത്താവ് എൻ്റെ ഉള്ളത്തിൽ തന്നൊരു പ്രേരണയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നമ്മുടെ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരിക്കലും താഴോട്ട് പോകത്തില്ല. ഈ മിനിസ്ട്രി ഒരിക്കലും ഒരു കാലവും തഴുകി പോകത്തില്ല. മുകളിലേക്ക് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകും എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. എല്ലാ ദൈവമക്കളുടെ പ്രാർത്ഥനയും ഞാൻ ആ കാര്യത്തിൽ ചോദിക്കുകയാണ്. കർത്താവ് നമ്മെ എല്ലാം സഹായിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാം ബലപ്പെടുത്തട്ടെ. നമുക്ക് അടുത്ത ദിവസം പുതിയൊരു സന്ദേശവുമായി നമുക്ക് കാണാം. അതുവരെ കർത്താവ് നമ്മെ തൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ.